ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആണ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പർ, ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്ത് പോയിന്റുകൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ബേസിക് സയൻസ് ആണ്, 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് അധികം വായിക്കില്ല, ആൻസേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം ABC എന്ന് പറഞ്ഞ് 3 സബ് ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അപ്പോൾ ആദ്യ ചോദ്യം എന്താ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻസ് ഡസ് ഡൈജഷൻ കംപ്ലീറ്റ്? ഓപ്ഷൻ എ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് കേട്ടോ. ബി ഫുഡ് ഇൻ ദ മൗത്ത് അണ്ടർഗോസ് ചേഞ്ചസ്. കംപ്ലീറ്റ് ദ ടേബിൾ ഷോയിങ് ദ ഓർഗൻസ് ഇൻ ദ മൗത്ത് ആൻഡ് ദ റോൾസ്. അപ്പോൾ ഓർഗൻസ് ലിപ്പ്, ടൂത്ത്, ടങ്. ലിപ്സ് എന്താണ്? റോൾ ഇൻ ഡൈജഷൻ ടു പ്രിവെൻറ്റ് ഫുഡ് ഫ്രം സ്പില്ലിംഗ് ഔട്ട്. ടൂത്ത് ച്യൂവിങ്ങിനാണ്. സി ടങ്ങാണ്. ടങ്ങിൻ്റെ ടു ഗെറ്റ് ഫുഡ് ബിറ്റ്വീൻ ടീത്ത്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ ആണ്. സെർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ടീത്ത് ആർ ഗിവൺ ബിലോ. എക്സാമിൻ ദം ആൻഡ് ലിസ്റ്റ് ദം അണ്ടർ സൂട്ടബിൾ ഹെഡിങ്സ്. അപ്പം മിൽക്ക് ടീത്തും പെർമനൻറ്റ് ടീത്തുമായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനെ രണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ടീത്ത്, പെർമനൻറ്റ് ടീത്ത് എന്ന് പറഞ്ഞിട്ട് 2 ബോക്സ് ആക്കിയിട്ട് ഇത് എടുത്ത് എഴുതാം. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഈ എഴുതിയിരിക്കുന്ന പോലെ മാർക്ക് ചെയ്യാവുന്നതാണ്. നോക്കിക്കോളൂ. ആദ്യത്തെ എ ടൂത്ത് ദാറ്റ് ഡെവലപ്സ് അറൌണ്ട് 6 months ഓഫ് ഏജ്. 6 മാസം മുതൽ മുളച്ചു തുടങ്ങുന്ന പല്ലുകളാണ് മിൽക്ക് ടീത്ത്. അടുത്തത് എ ടൂത്ത് ദാറ്റ് വിൽ നോട്ട് ഡെവലപ്പ് അഗൈൻ വെൻ ഇറ്റ് ബ്രേക്സ് ഓർ ഗെറ്റ്സ് ലൂസ്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് വരാത്തത് ഏതാ? പെർമനൻറ്റ് ടൂത്ത് ആണ്. സ്ഥിരദന്തങ്ങൾ എന്ന് പറയും. 20 ടീത്ത് മിൽക്ക് ടീത്തുകളാണ്. നമുക്ക് പെർമനൻറ്റ് ടീത്ത് എത്രണ്ണം വരും? 32. അപ്പോൾ ഡി പെർമനൻറ്റ് ടീത്ത് ആണ് കേട്ടോ. അപ്പോൾ ABCDയുടെ ആൻസേഴ്സ് നോട്ട് ചെയ്ത് കൊള്ളുക ആവശ്യമുള്ളവർ. നെക്സ്റ്റ് വരുന്നത് പ്ലാൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു ഐഡൻറ്റിഫൈ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ടാണ്. അപ്പം നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പ്ലാൻ ചെയ്യാൻ തന്നിട്ടുണ്ട്. യു ക്യാൻ യൂസ് ബ്ലേഡ്, സേഫ്റ്റി പിൻ, എ പീസ് ഓഫ് വുഡ്, ടൈൽസ്, ചാർക്കോൾ, പെൻസിൽ, ഗ്രാഫൈറ്റ്, ഗ്ലാസ് ബാങ്കിൾ, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ ആൻഡ് ആംഗ്ലറ്റ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും വെച്ചിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. നോക്കാം. അത് നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് അടിയിൽ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് നമുക്ക് ഏത് എക്സ്പെരിമെൻറ്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു സർക്യൂട്ട് സെറ്റപ്പ് ചെയ്തു. ഗ്യാദർ ദി ഫോളോയിങ് മെറ്റീരിയൽസ്. ഒരു ബാറ്ററി, എ ലൈറ്റ് ബൾബ്, കണക്റ്റിംഗ് വയേഴ്സ് ആൻഡ് ദ മെറ്റീരിയൽസ് ടു ബി ടെസ്റ്റഡ്. ബ്ലേഡോ സേഫ്റ്റി പിന്നോ വുഡോ ടൈൽസോ എന്താണെങ്കിലും എടുക്കുക. നമുക്ക് ആ തന്നിരിക്കുന്നതെല്ലാം. Construct a simple electrical circuit with a gap between 2 wire ends where the test material will be placed. രണ്ടാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2, test each material. Place each material one by one into the gap in the circuit. Step 3, observe the result. Observe whether the light bulb glows. Light bulb glows when the material is in the circuit. Conductors. If the bulb glows, the material allow electricity to flow through it and is a conductor. അപ്പോൾ ആ മെറ്റീരിയൽ കറണ്ടിനെ കടത്തി വിടുകയാണെങ്കിൽ അത് കണ്ടക്ടർ ആണ്. അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആണെങ്കിൽ ഇഫ് ദ ബൾബ് ഡസ് നോട്ട് ഗ്ലോ. ഇനി ബൾബ് കത്തിയില്ല വെച്ചാൽ, കറണ്ട് കടന്നു പോയില്ലെങ്കിൽ ബൾബ് കത്തില്ല. ബൾബ് കത്തിയില്ല വെച്ചാൽ ആ മെറ്റീരിയൽ ബ്ലോക്സ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, എങ്കിൽ അത് ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്തുകൊണ്ട് കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം എന്താ? ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ മെറ്റീരിയൽസ് യു ഹാവ് യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ് അണ്ടർ സൂട്ടബിൾ ടൈറ്റിൽസ് ആണ്. അപ്പം നമുക്കത് നോക്കാം. കണ്ടക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ? ബ്ലേഡ്, സേഫ്റ്റി പിന്ന്, മെറ്റൽ ബാങ്കിൾ, ആംഗ്ലറ്റ്, വെറ്റ് പേപ്പർ, പെൻസിൽ, ഗ്രാഫൈറ്റ് എല്ലാം എന്താ? കണ്ടക്ടറുകളാണ്. കറണ്ട് കടത്തി വിടുന്നതിനെയാണ് കേട്ടോ. കടത്തി വിടുന്ന സാധനങ്ങളെല്ലാം കണ്ടക്ടറുകളാണ്. കറണ്ട് കടത്തി വിടാത്തവരെല്ലാം ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ അടുത്തത് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ എ പീസ് ഓഫ് വുഡ്, ടൈൽസ്, ഗ്ലാസ് ബാങ്കിൾ, ചാർക്കോൾ, ഇതെല്ലാം ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ ബോക്സും ഇൻസുലേറ്റേഴ്സിൻ്റെ ബോക്സും തന്നിട്ടുണ്ട്. കണ്ടക്ടേഴ്സിൽ ബ്ലേഡ്, സേഫ്റ്റി പിൻ, മെറ്റൽ ബാങ്കിൾ, ആംഗ്ലറ്റ്, വെറ്റ് പേപ്പർ, പെൻസിൽ, ഗ്രാഫൈറ്റ്. ഇൻസുലേറ്റേഴ്സിൽ എ പീസ് ഓഫ് വുഡ്, ടൈൽസ്, ഗ്ലാസ് ബാങ്കിൾ, ചാർക്കോൾ എല്ലാം ഇൻസുലേറ്റേഴ്സ്. ഇനി നമുക്കിതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ, അത് പറയാം.
ഇതാണ് കേട്ടോ 2C നോക്കൂ. 2Cയുടെ ഉത്തരം എന്താ? സ്റ്റേറ്റ്മെന്റും റീസണും തന്നിട്ട് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. നമുക്ക് ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെന്റും റീസണും ഇവിടെ റോങ് ആണെന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ റോങ് ആണ് ശരിയായത്. അപ്പോൾ 2ന്റെ എയും ബിയും സിയും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന് 2 പാർട്ടാണ്. 3Aയും 3Bയും ഉണ്ട് കേട്ടോ. അപ്പോൾ 3A എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റും പെക്യുലാരിറ്റിയും നമ്മളൊന്ന് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. കാർഡ്ബോർഡ് 1 ഡിയിലേക്ക് മാർക്ക് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. കാലഡോസ്കോപ്പ് 2 C ആണ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അടുത്തത് ബട്ടർ പേപ്പർ ആണ് 3A ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആണ്. ഗ്ലാസ് ലാബ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 3 കഴിഞ്ഞു. 3A കഴിഞ്ഞാൽ ഇനി ബി ക്വസ്റ്റ്യൻ ആണ്. എ ടേബിൾ ഷോയിങ് ദ ആംഗിൾ ഓഫ് മെഷർമെൻറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ ദി arrangement of 2 plane mirrors are given below. Examine the table and write your inferences. നമ്മുടെ ഇൻഫറൻസസ് എഴുതണം. ആംഗിളും നമ്പർ ഓഫ് ഇമേജസും തന്നിട്ടുണ്ട്. ആൻസർ എന്താ? ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ 2 plane mirrors inclined at an angle തീറ്റ. ഈ ആംഗിൾ മെഷർമെൻറ്റിനെയാണ് നമ്മൾ തീറ്റ എന്ന് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് തീറ്റ. ഇതിൽ ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. is inversely proportional to the angle between them. The formula used to determine the number of images is n is equal to 360 degree by theta minus 1. അപ്പോൾ ഈ സിമ്പിളിനെ തീറ്റ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് 360 ബൈ ഏതെങ്കിലും ഒരു ആംഗിൾ കൊടുക്കുക. ഇപ്പോൾ 30 ആണെങ്കിൽ 360 ബൈ 30 മൈനസ് 1 ചെയ്യുക കേട്ടോ. അങ്ങനെ ദ പ്രൊവൈഡഡ് ടേബിൾ ഷോസ് ദാറ്റ് ദ ആംഗിൾ തീറ്റ ഇൻക്രീസസ് ഫ്രം 30 to 120. ദ നമ്പർ ഓഫ് ഇമേജസ് ഡിക്രീസസ് ഫ്രം 11 to 2. ദിസ് ഡിമോൺസ്ട്രേറ്റ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ്. അപ്പോൾ ബി കഴിഞ്ഞു. ഇനി നമുക്ക് സി ആണ്. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ബൈ ദ സെയിലേഴ്സ് ട്രാവലിംഗ് ഇൻ സബ്മറൈൻസ് ഇൻ ദ ഡീപ് സീ ടു ഫൈൻഡ് എനിമീസ്? വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലെയിൻ മിറർ ഈസ് യൂസ്ഡ് ഹിയർ? അപ്പോൾ ഇവിടെ ദ ഡിവൈസ് ഏതാണ്? പെരിസ്കോപ്പ് ആണ്. ദ ഡിവൈസ് ഈസ് എ പെരിസ്കോപ്പ്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്ലെയിൻ മിറർ യൂസ്ഡ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു റിഫ്ലക്ട് ലൈറ്റ് അറ്റ് എ സ്പെസിഫിക് ആംഗിൾ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 3B ആണ് കേട്ടോ. അപ്പോൾ 3Bയിൽ നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് ആംബുലൻസ് ആണ്. എ ക്വസ്റ്റ്യൻ, വാട്ട് പ്രോപ്പർട്ടി ഓഫ് പ്ലെയിൻ മിറർ ഈസ് യൂസ് ടു റൈറ്റ് ആംബുലൻസ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദിസ് വെഹിക്കിൾ? ഹൗ ഡസ് ദിസ് ഹെൽപ്പ് ഡ്രൈവേഴ്സ് ഓഫ് ദ വെഹിക്കിൾസ് മൂവിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് വെഹിക്കിൾ? ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ വരുന്നത് ദ ഡിസ്റ്റൻസ് ഫ്രം ആൻ ഒബ്ജക്ട് ടു ദ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ ഇസ് 10 cm ആൻഡ് ദ ഹൈറ്റ് ഇസ് 3 cm. ദെൻ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്? ഓപ്ഷൻസ് ഉണ്ട്. ഇനി സി എന്താ? റെഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫോളിംഗ് ഓൺ എ പ്ലെയിൻ മിറർ ഇസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. ഐഡന്റിഫൈ ദ മിസ്റ്റേക്സ് ആൻഡ് ഡ്രോ കറക്റ്റ്ലി ആണ്. ഇപ്പോൾ ABC നോക്കാം നമുക്ക്. എ എന്താ? ലാറ്ററൽ ഇൻവേർഷൻ ആണ്. എയുടെ ആൻസർ lateral inversion. In the lateral inversion is the property of a plane mirror where the left side of an object appears as the right side of its image and vice versa. The word ambulance is written in mirror image on the front of the vehicle so that drivers of vehicles moving in front can read the word correctly as ambulance in their rear view mirrors, allowing them to give way to the emergency vehicle promptly. ഇനി ബി എന്താ? ബിയുടെ ആൻസർ ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ. ഡിസ്റ്റൻസ് ഇസ് 10 cm and height is 3 cm. ഇതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ബി അല്ല, പറഞ്ഞത് മാറിപ്പോയതാ. ഓപ്ഷൻ എ. അടുത്തത് നമുക്ക് സി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് പറയാൻ പോകുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് മസ്റ്റ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ തെറ്റാണ്. ആ ഫിഗർ അല്ല ശരിയായ ഫിഗർ. നമ്മൾ ഫിഗർ ഇങ്ങനെ മാറ്റി വരയ്ക്കുക. എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നതിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും കേട്ടോ. വന്ന് പതിക്കുന്ന റേസ് എത്രയാണോ അത് തന്നെയാണ് തിരിച്ചും പോവുക. അപ്പോൾ mistake in the given diagram is that the angle of incident is shown 30 degree and the angle of reflection is shown 60 degree. According to the law of reflection, the angle of incident must be equal to angle of reflection ആണ്. ആംഗിൾ I equal to ആംഗിൾ R നമ്മൾ കാണിക്കുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് 4A 4B ഉണ്ട്. നമുക്ക് 4Aയുടെ ചോദ്യമാണ്.
though teeth have the hardest material called enamel, why do they decay? അപ്പോൾ നമ്മുടെ പല്ലുകൾക്ക് ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയലായ ഇനാമൽ പല്ലിലുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ട് പല്ലുകൾ കേടാകുന്നു? അതിൻ്റെ ഉത്തരമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഉത്തരം ട്ടോ. ടീത്ത് ഡീക്കേ ബിക്കോസ് ബാക്ടീരിയ ഇൻ ദ മൗത്ത് പ്രൊഡ്യൂസ് ആസിഡ്സ് ഫ്രം ലെഫ്റ്റ് ഓവർ ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഷുഗേഴ്സ് വിച്ച് കൊറോഡ് ദി ഇനാമൽ. ഓക്കെ, വാട്ട് എക്സ്പ്ലെയിൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ ആൻസർ. വാട്ട് ടൈപ്പ് ഓഫ് ടീത്ത് ഹെൽപ്പ് ദ ഓർഗാനിസം ഒബ്റ്റെയിൻ ദെയർ ഫുഡ്? അതിൻ്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കൗവിൻ്റെ ടീത്തിൻ്റെ പ്രത്യേകത ഫ്ലാറ്റ് ആണ്. ബ്രോഡ് മോളാസ് ആൻഡ് പ്രിമോളാസ് ഫോർ ഗ്രൈൻഡിങ് പ്ലാന്റ് മാറ്റർ. ഇനി രണ്ട് ലയണാണ്. ലയൻ്റെ ഷാർപ്പ് കാനൈൻസ് ആൻഡ് കർണസിയൽസ് ഫോർ ടിയറിംഗ് ഫ്ലഷ്. ഇനി സി നോക്കൂ. വിച്ച് കാറ്റഗറി ഡസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇനാമൽ ഇൻ ദി ഹ്യൂമൻ ബോഡി ബിലോങ് ടു? ഓപ്ഷൻ എ കാൽഷ്യം കോമ്പൗണ്ട് ആണ് കേട്ടോ. നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇനാമൽ കാൽഷ്യം കോമ്പൗണ്ട് ആണ്. ഇനി 4B ആണ്. ദ ഫോളോവിങ് ടേബിൾ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻഡ് ഓർഗൻസ് ഇൻവോൾവ് ദ പ്രോസസ് ന്യൂട്രീഷൻ. ഫൈൻഡ് ദ കറക്റ്റ് മാച്ച് ആണ് സ്റ്റേജസും ഓർഗണും. സ്റ്റേജസ് എന്താ? ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. ഒന്നിൻ്റെ ആൻസർ എന്താ? ബി ആണ് കേട്ടോ. ഉത്തരം ബി ആണ്. അതുപോലെ 2ൻ്റെ ഉത്തരം സി ആണ്. 3ൻ്റെ ഉത്തരം ഡി ആണ്. 4ൻ്റെ ഉത്തരം എ ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. അടുത്തത് ബി ക്വസ്റ്റ്യൻ എന്താ? ത്രൂ വിച്ച് ഓർഗൻ ഡസ് ഫുഡ് റീച്ച് ദ സ്റ്റൊമക് ഫ്രം ദ മൗത്ത്? വാട്ട് കൈൻഡ് ഓഫ് മൂവ്മെന്റ് ഇനാബിൾ ദിസ്? എക്സ്പ്ലെയിൻ. C. Digestive juices which help in digestion and the organs that secrete them are given below. Complete the table ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ബി ആണ്. ബി ആണ് ഇപ്പോൾ പറഞ്ഞത്. ത്രൂ വിച്ച് ഓർഗൻ ഡസ് ഫുഡ് റീച്ച് ദ സ്റ്റൊമക്? അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കിയാലോ. ആൻസർ: ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക് ഫ്രം ദ മൗത്ത് ത്രൂ ദി ഈസോഫാഗസ്. ദ മൂവ്മെന്റ് ഇനാബിളിംഗ് ദിസ് ഈസ് കോൾഡ് പെരിസ്റ്റോൾസിസ്. അപ്പോൾ ഈ ഒരു ഇതിനെ പറയുന്ന പേര് പെരിസ്റ്റോൾസിസ് എന്നാണ്. ഇനി സി. ഡൈജസ്റ്റീവ് ജ്യൂസസ് വിച്ച് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ആൻഡ് ദ ഓർഗൻസ് ആൻഡ് സെക്രീറ്റ് ദം ആർ ഗിവൺ ബിലോ. ഡൈജസ്റ്റീവ് ജ്യൂസ് സലൈവ സെക്രീറ്റ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻഡ്, ബൈൽ, ലിവർ, പാൻക്രിയാറ്റിക് ജ്യൂസ് പാൻക്രിയാസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് two steel tumblers which could not be separated easily got separated when they were immersed in hot water. What property of heat is benefited here? Option A, thermal expansion. അടുത്തത് ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ഗിവ് സൂട്ടബിൾ ഹെഡിങ്. അപ്പോൾ ഇതിൽ ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും ആണ് കേട്ടോ. ഗുഡ് കണ്ടക്ടേഴ്സ് അയൺ, കോപ്പർ, അലുമിനിയം. പുവർ കണ്ടക്ടേഴ്സ് പേപ്പർ, ബേക്ക്ലൈറ്റ്, ക്ലോത്ത്. ഹൗ ഇസ് ഹീറ്റ് ലോസ് പ്രിവെന്റഡ് ഇൻ എ ഹോട്ട് ബോക്സ്? അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്. ഹീറ്റ് ലോസ് ഇൻ എ ഹോട്ട് ബോക്സ് ഈസ് പ്രിവെന്റഡ് പ്രൈമർലി ത്രൂ ദ യൂസ് ഓഫ് ഇൻസുലേഷൻ. ഇത്രയും നമുക്ക് വേണ്ടു. ഇൻസുലേഷൻ വേറെ, ഇൻസുലേഷൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ അതിൻ്റെ ഒന്ന് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. The walls of the hot box are made of insulating materials to minimize the heat loss by conduction. A reflective inner surface may be used to reduce heat loss by radiation. The box is typically sealed to prevent air circulation, reducing heat loss by convection. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അപ്പോൾ ക്ലാസ്സിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.